സത്യത്തിൽ ഈ പാനലിലെ ആർക്കും ഈ സദസ്സിലെ ആർക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഗൗരവമായ സംവാദത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഒരർത്ഥത്തിൽ അത് നല്ലതുമാണ്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിൽ നടന്നിട്ടുള്ള അത്ര സംവാദം, സെമിനാർ, പ്രബന്ധാവതരണം മറ്റൊരിടത്തും നടന്നിട്ടുണ്ടാവില്ല. അത് നമ്മുടെ അഭിമാനമാണ്. അതേസമയം ഇത്രമാത്രം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടും സെമിനാറുകൾ നടന്നിട്ടും സംവാദങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ ജീവിതത്തെ നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന വലിയൊരു ചോദ്യം ഇപ്പോഴും നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നത് കൊണ്ടാണ് ആവർത്തിച്ച് ഇതുപോലുള്ള സംവാദവേദികൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ വളരെ ആവേശഭരിതമായി സംസാരിക്കും. പക്ഷേ ആ സംസാരം കഴിയുന്നതോടുകൂടി അത് അവസാനിക്കും. ഏറ്റവും പുതിയ ആശയങ്ങൾ വളരെ വേഗത്തിൽ കേരളീയ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ ആ ആശയങ്ങൾ നമ്മെ ഒട്ടും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായി, വളരെ എളുപ്പം ചെയ്യാവുന്ന, എന്നിട്ടും ചെയ്യാതിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സാമാന്യം വിപുലമായൊരു പ്രബന്ധത്തിലെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് ഈ ആമുഖ ഇടപെടൽ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്നെ തുടർന്ന് ഇതിൽ പങ്കെടുക്കേണ്ടവർ സ്വാമി സന്ദീപാനന്ദഗിരി, ഡോക്ടർ കെ അനിൽ, റഫീഖ് ഇബ്രാഹിം തുടങ്ങി വളരെ ഈ ഒരു അന്വേഷണ മണ്ഡലത്തിൽ, ആശയങ്ങളുടെ ലോകത്ത് മാത്രമല്ല പ്രയോഗത്തിൻ്റെ മണ്ഡലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്ന നിലക്ക് എനിക്ക് വളരെ ആദരവുള്ളവരാണ്. അവരുടെ സമയം 5 മിനിറ്റ് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്കൊരു പെടച്ചിലാണ് ഉണ്ടായത്. മറ്റൊരു നിർവാഹവുമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഒന്നാമതായി പറയുന്നൊരു കാര്യം, നമ്മൾ മതനിരപേക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാഥമികമായി പരിഗണിക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്ന്, മതസ്വാതന്ത്ര്യം. അത് മലയാളി സമൂഹത്തിന് അതിൻ്റെ സൂക്ഷ്മതയിൽ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ വിനയത്തോടെ പറയേണ്ടി വരും. 2, ആചാരപരമായ നിഷ്പക്ഷത. ആ വാക്ക് പ്രബന്ധങ്ങളിൽ ആവർത്തിക്കുകയല്ലാതെ കേരളത്തിൽ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നതായിട്ടും ഞാൻ ഇപ്പോഴും അമർത്തി പറയുന്നു. നമുക്ക് എല്ലാ സ്ഥലത്തും ഔദ്യോഗിക വേദികളിലടക്കം ആചാരപരമായ നിഷ്പക്ഷത എന്നുള്ളത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തേത്, പരിഷ്കരണപരമായ നീതി എന്നൊരാശയമാണ്. നമ്മൾ പരിഷ്കരണപരമായ നീതിയുടെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പോലും ആഴത്തിൽ ആലോചിച്ചിട്ടില്ല. നമ്മൾ ആകെ കൂടെ ചെയ്തു പോരാറുള്ളത് കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച്, മതനിരപേക്ഷതയെ കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ബുടാനന്ദൻ, പൊയ്കേൽ അപ്പച്ചൻ, ജവഹർ കുര്യാക്കോസ്, ഏലിയാസ് അച്ഛൻ, മമ്പുറം തങ്ങൾ, വക്കം മൗലവി, ഇങ്ങനെ കുറെ പേരുകൾ ഉരുവിട്ട് അവരൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ അഹോഹോ എന്തൊരു മാതൃകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കോരിത്തരിച്ച് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. നവോത്ഥാനം എന്നുള്ളത് ഒരു പ്രക്രിയയാണെന്നും ആ പ്രക്രിയയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാൻ കഴിയുമെന്നും അങ്ങനെ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് വെളിച്ചം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും നമ്മൾ വിസ്മരിക്കും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, പരിഷ്കരണപരമായ നീതി എന്നുള്ളത് ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സ്തംഭിച്ചു പോയ ഒന്നല്ല, നിരന്തരം നമ്മൾ നവീകരിക്കേണ്ട ഒന്നാണ്. മതനിരപേക്ഷതയുടെ 4ാമത് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്നേഹപൂർണമായൊരു സംവാദമാണ്. സ്നേഹപൂർണം എന്ന വിശേഷണം മുന്നേ ചേർക്കാൻ കാരണം, സംവാദം നടന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയും. പക്ഷേ അതങ്ങ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുമുഖമൊക്കെ ഒന്ന് ചുവക്കും. ഇവനൊക്കെ ഇത്ര പറയാനായോ, ഇവൻ എവിടുന്ന് വരുന്നു എന്നൊക്കെ ചിലപ്പം വേദിയിൽ നിന്ന് പ്രകടമായി വിളിച്ച് ചോദിച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് പുലർത്തും. അതുകൊണ്ട് കൊമ്പത്തുള്ള ആളായാലും ശരി, വരമ്പത്തുള്ള ആളായാലും ശരി, പറയേണ്ടത് പറയാനുള്ള ഒരാർജവമാണ് സ്നേഹപൂർണമായ സംവാദം. അല്ലാതെ പറയേണ്ടത് പറയാതെ നമ്മൾ
പൂഴ്ത്തിവെക്കാൻ പാടില്ല. ബ്രത്തിന്റെ പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട്, ആശയങ്ങൾ പൂഴ്ത്തിവെക്കാനുള്ളതല്ല, അത് അവതരിപ്പിക്കാനുള്ളതാണ്. ലെനിൻ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ഗൗരവമായൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക, എന്നിട്ട് നോക്കുക എന്ത് സംഭവിക്കുന്നു എന്ന്. നമ്മൾ നേരെ തിരിച്ചാണ്. എന്ത് സംഭവിക്കും എന്ന വലിയ ഉത്കണ്ഠയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൗരവമായൊരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ കഴിയില്ല. ഇവിടെ ഈ ഒത്തുചേരൽ അതിനൊരു അന്ത്യം കുറിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പുലർത്തുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ സൗഹൃദം, സ്നേഹം എന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും വെറുപ്പുൽപാദിപ്പിക്കുന്ന വൻകിട ഫാക്ടറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പിന്റെ വൈറസ് നമ്മുടെയൊക്കെ ജീവിതത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ഈ സംവാദം നടക്കുന്നത് ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മൂന്നാമത്തെ കാര്യമായിട്ട് ഞാൻ ഒറ്റവാചകത്തിൽ ചുരുക്കാൻ ശ്രമിക്കുന്നത്, സൗകര്യത്തിന് വേണ്ടി ഞാൻ 2 വാക്കുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് പിക്കുലി, മറ്റൊന്ന് സിക്കുലി. പിക്കുലി എന്നുള്ളത് കൊണ്ട് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. നമ്മൾ സംസാരിക്കുന്ന 2025 അമിത ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആവേശത്തിലാണ് കേരളം. അത് വളരെ അഭിമാനകരമാണ് എന്ന് ഈ സമയത്ത് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. പിക്കുലി എന്നുള്ളത് ജീവിതത്തിന്റെ ഭൗതികമായ ഗുണവർദ്ധനവ്, ജീവിത ഗുണത എന്ന് പറയുന്നത് നമുക്കറിയാം. 2 തരത്തിലുള്ള ജീവിത ഗുണത. അതിൽ ഒന്നാമത്തേതാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഭൗതിക ജീവിത ഗുണത. നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ട്, കുത്ത് ഒരുപാട് രംഗത്ത് നമ്മൾ മുന്നേറിയിട്ടുണ്ട്, അത് നമ്മുടെ അഭിമാനമാണ്. എന്നാൽ കൾച്ചറൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ചിലർക്ക് സന്ദേഹമുണ്ട്, നമ്മൾ മുന്നേറിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന, പിക്കുലി ആവശ്യപ്പെടുന്ന തരത്തിൽ സിക്കുലി മുന്നേറിയിട്ടില്ല. ഇതാണ് നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യം. നാലാമത് ഞാൻ സൂചിപ്പിക്കുന്നത് 3 കാര്യങ്ങൾ നവോത്ഥാനത്തിൽ നിന്ന്, പഴയ നവോത്ഥാന ഇടപെടലിൽ നിന്ന് നമ്മൾ നിർത്തിവെച്ച പുതിയ നവോത്ഥാന പ്രക്രിയയിൽ പങ്കെടുക്കാതിരിക്കുന്നതിൽ നിന്ന് ഊറി വന്നിട്ടുണ്ട്. അത് ഞാൻ 2-3 കാര്യങ്ങളായി പറഞ്ഞിട്ട് ഈ കുറിപ്പിൽ നിന്ന് 1-2 ഭാഗം വായിക്കാം. എൻ്റെ അണ്ണനോട് പറയാനുള്ളത്, 10 മിനിറ്റ് ആയാൽ ഉടനെ അവിടെ ഒരൊറ്റ അടി അടിച്ചാൽ മതി, അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ നിർത്തുന്നതായിരിക്കും എന്ന് വാക്ക് തരുന്നു. 1, നമ്മുടെ നവോത്ഥാനത്തിൽ നിന്ന് ഉയർന്നു വന്ന ആശയങ്ങൾ നമ്മളൊന്ന് സംഗ്രഹിച്ചാൽ, നേരത്തെ ഇവിടെ നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ആശയങ്ങളടക്കം ഞാൻ ഒറ്റ വാചകത്തിലാണ് ഞാൻ ചേർക്കാൻ ശ്രമിക്കുന്നത്. അത് എല്ലാ ആരാധനാലയങ്ങളും, കേരളത്തിലുള്ള എല്ലാ ആരാധനാലയങ്ങളും, പള്ളിയും ചർച്ചും ക്ഷേത്രവും എല്ലാവർക്കും ഉള്ളതായി തീരുക എന്നുള്ളതാണ്. വിശ്വാസമുള്ളവർ, പലതര വിശ്വാസമുള്ളവർ, ഒരു വിശ്വാസവുമില്ലാത്തവർ എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരിടമായി. ഇതൊട്ടും പുതിയ ആശയമല്ല. ഇത് നമ്മുടെ നവോത്ഥാന പ്രതിഭകൾ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കണം. മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ പൊതുവേദിയിൽ വളരെ ആവേശത്തോടെ പ്രസംഗിക്കുന്ന മതപണ്ഡിതന്മാർ ഉൾപ്പെടെ ഈ കാര്യം ഏറ്റെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും. 1. 2, എല്ലാ മനുഷ്യരും, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യക്കാരാണ് എന്ന് അമർത്തി പറയേണ്ട ഒരു കാലമാണിത്. മുമ്പ് ഇത്ര അമർത്തി പറയേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് എല്ലാ ഉത്സവങ്ങൾക്കും ദേശീയ പദവിക്ക് അർഹതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യക്കാരാണ്. എങ്കിൽ എല്ലാ ഉത്സവങ്ങൾക്കും ദേശീയ ഉത്സവത്തിന്റെ പദവിക്ക് അർഹതയുണ്ട്. അതേക്കുറിച്ചുള്ള ഗൗരവമായ ആലോചനകൾ ഔദ്യോഗികമായും അനൗദ്യോഗികമായും. അതുകൊണ്ട് എല്ലാ ഉത്സവങ്ങളും എല്ലാവർക്കും എന്ന കാഴ്ചപ്പാട് രണ്ടാമത്തേത്. മൂന്നാമത്തേത് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കാനുള്ളത്
നമ്മൾ ഈ മതപരമായ ഉത്സവങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ മതനിരപേക്ഷമായ മതേതരമായ ഉത്സവങ്ങളെ കുറിച്ചും സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, മെയ് ദിനം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ അതിൻ്റെ പൂർണ്ണമായ ഊർജ്ജസ്വലതയോടെ നമ്മുടെ വിദ്യാലയങ്ങൾ മുതൽ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായ ഒരു സാംസ്കാരിക അന്തരീക്ഷം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റണം. അതായത് ഔപചാരികമായ അർത്ഥത്തിലുള്ള ഒരു ചടങ്ങ് എന്ന അവസ്ഥയിൽ നിന്ന് വിട്ടിട്ട് അനൗപചാരികമായ നമ്മുടെ ജീവിതത്തെ ഇളക്കി മറിക്കുന്ന വലിയ ആഘോഷങ്ങളായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ആഘോഷമായിട്ട് അതിനെ മാറ്റാൻ പറ്റണം. നാലാമത്തേത്, ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും മതത്തിന്റെ പേരിൽ ആളുകൾ മസിൽ പിടിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ പ്രാർത്ഥനകൾ മൗനത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നത് കൂടുതൽ സഹായമായിരിക്കും. അതിലെല്ലാവർക്കും പങ്കെടുക്കാം, എല്ലാ മതക്കാർക്കും പങ്കെടുക്കാം, മതമില്ലാത്തവർക്കും പങ്കെടുക്കാം. അതുകൊണ്ട് മൗന പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം രാവിലെ മാത്രമല്ല, ഈ ബഹളങ്ങളുടെ നടുവിൽ നമുക്കും പരിശീലിക്കാവുന്ന ഒന്നാണ് മൗനത്തിന്റെ മധുരവും മഹത്വവും. ഇത്രയുമാണ് വളരെയേറെ ഞെട്ടിപ്പിക്കുന്നതാണ് അദ്ദേഹം ചെവിയിൽ സൗമ്യമായി പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. നമ്മൾ വൈവിധ്യത്തെക്കുറിച്ചും ബഹുസ്വരതയെക്കുറിച്ചും പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളരെ സ്നേഹത്തോടെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറഞ്ഞാണ്, വിവരിക്കുന്നില്ല. ചായ വേണ്ടാത്തവർക്ക് ചായ സ്നേഹപൂർവ്വം നിർബന്ധിക്കേണ്ട കാര്യമില്ല, കാപ്പി വേണ്ടാത്തവരെ കാപ്പി നിർബന്ധിക്കേണ്ട കാര്യമില്ല. അതുപോലെ എല്ലാം കുത്ത് ഓരോരുത്തരെയും അവരുടെ ഇഷ്ടം അത് ജനാധിപത്യത്തിന് പരിക്കേൽപ്പിക്കുന്നില്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം കൃത്യം നിർത്താൻ വേണ്ടി ഞാൻ എൻ്റെ സംഘർഷം മുഴുവൻ ഉള്ളിലൊതുക്കി ആ വാക്യം ഇങ്ങനെ തീർക്കുന്നു: എൻ്റെ തല ഒരു തമ്പുരാനും കാല് വെക്കാനുള്ളതല്ല, അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ എൻ്റെ കാല് ഒരു മനുഷ്യന്റെയും തലയിൽ വെക്കുകയില്ല. വെച്ചാൽ ആ കാല് വിളക്കാത്ത കൈകളോടെ ഞാനായിരിക്കും ആദ്യം വെട്ടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങളാക്കി.